18 വർഷങ്ങൾക്ക് ശേഷം മോഹൻലാലും മമ്മൂട്ടിയും ഒന്നിക്കുന്ന മഹേഷ് നാരായണൻ ചിത്രം പേട്രിയറ്റ് തിയേറ്ററുകളിലേക്ക്. കേരള പ്രീസെയിൽ കളക്ഷനിൽ എമ്പുരാന് പിന്നിലായി രണ്ടാം സ്ഥാനത്തെത്തിയ ചിത്രത്തിന്റെ ആദ്യദിന കളക്ഷൻ ഞെട്ടിക്കുമെന്ന് വിലയിരുത്തല്. 18 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം മോഹൻലാലും മമ്മൂട്ടിയും വീണ്ടും ഒന്നിക്കുന്ന സിനിമ. അതാണ് പേട്രിയറ്റ് സിനിമയുടെ USP. പ്രഖ്യാപനം മുതൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട സിനിമയുടെ ഓരോ അപ്ഡേറ്റുകളും ആ ആവേശത്തോടെ തന്നെ മലയാളികൾ സ്വീകരിച്ചു. മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ചിത്രം തിയേറ്ററുകളിൽ എത്താൻ ഏതാനും മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ പ്രീസെയിൽ കളക്ഷൻ വിവരങ്ങൾ പുറത്തുവരികയാണ്. സൗത്ത് ഇന്ത്യൻ ബോക്സ് ഓഫീസിന്റെ റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ നിന്നുമുള്ള പേട്രിയറ്റിന്റെ ഫൈനൽ പ്രീസെയിൽ കളക്ഷൻ 5.65 കോടി രൂപയാണ്. രാജ്യത്തെ മറ്റിടങ്ങളിൽ നിന്നും 1.6 കോടിയും ഓവർസീസിൽ നിന്നും 13.25 കോടി രൂപയും പേട്രിയറ്റ് നേടിയിട്ടുണ്ട്. ഈ കണക്ക് പ്രകാരം ആഗോളതലത്തിൽ പേട്രിയറ്റിന്റെ ഫൈനൽ പ്രീസെയിൽ കളക്ഷൻ 20.5 കോടി രൂപയാണ്. ആദ്യ ദിനത്തെ കളക്ഷൻ 50 കോടി രൂപയുടെ അടുത്ത് വരുമെന്നാണ് ട്രാക്കർമാരുടെ വിലയിരുത്തലുകൾ. നിലവിൽ ആദ്യദിന കളക്ഷനിൽ ഒന്നാം സ്ഥാനത്തുള്ളത് എമ്പുരാനാണ്. സാക്നെൽക്കിന്റെ റിപ്പോർട്ട് പ്രകാരം 67.34 കോടി രൂപയാണ് എമ്പുരാന്റെ ആദ്യദിനത്തെ വേൾഡ് വൈഡ് കളക്ഷൻ. ഈ കളക്ഷനെ പേട്രിയറ്റ് മറികടക്കുമെന്ന് പറയുന്നവരും ധാരാളമാണ്. അതേസമയം കേരള പ്രീസെയിൽ കളക്ഷനിൽ ദിലീപ് ചിത്രം ഭബബയെ പിന്തള്ളി രണ്ടാം സ്ഥാനത്ത് പേട്രിയറ്റ് എത്തിയിട്ടുണ്ട്. ഒന്നാം സ്ഥാനത്ത് എമ്പുരാൻ തന്നെയാണ്. 12.4 കോടി രൂപയാണ് പേട്രിയറ്ററിന്റെ കേരള കളക്ഷൻ. മഹേഷ് നാരായണന്റെ സംവിധാനത്തിൽ മെയ് 1 തിയേറ്ററുകളിലെത്താനിരിക്കുന്ന പേട്രിയറ്റിന്റെ ഏറ്റവും വലിയ USP അതാണ്. ഒപ്പം ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ, നയൻതാര എന്നിങ്ങനെ നീളുന്ന താരനിരയും. കാര്യങ്ങൾ ഇതൊക്കെയാണെങ്കിലും ചിത്രത്തിന് വേണ്ടത്ര പബ്ലിസിറ്റിയോ ഹൈപ്പോ ഇല്ലെന്ന് സോഷ്യൽ മീഡിയയിൽ സിനിമാപ്രേമികളിലെ ഒരു വിഭാഗം അഭിപ്രായപ്പെട്ടിരുന്നു. എന്നാൽ അത് തീർത്തും തെറ്റെന്ന് തെളിയിക്കുകയാണ് ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ്. നിർമ്മാതാക്കൾ ഇന്നലെ അറിയിച്ചിരുന്നതുപോലെ ഇന്ന് രാവിലെ 9 മണിക്കാണ് ചിത്രത്തിന്റെ ഓൾ ഇന്ത്യ അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ചത്. ചില വിദേശ മാർക്കറ്റുകളിൽ ബുക്കിംഗ് നേരത്തെ ആരംഭിച്ചിരുന്നു. പ്രമുഖ ടിക്കറ്റ് ബുക്കിംഗ് പ്ലാറ്റ്ഫോമായ ബുക്ക് മൈ ഷോയിൽ ഓഫ് BMS ആദ്യ 10 മിനിറ്റിന് ഉള്ളിൽ തന്നെ 10,000 ടിക്കറ്റുകൾ വിൽക്കുന്ന നിലയിലേക്ക് ചിത്രമെത്തി. നിലവിൽ മണിക്കൂറിൽ 12,000-ൽ അധികം ടിക്കറ്റുകളാണ് BMSലൂടെ ചിത്രം വിറ്റുകൊണ്ടിരിക്കുന്നത്. ഇതിലൂടെ ചിത്രത്തിന്റെ ആദ്യ ബോക്സ് ഓഫീസ് കളക്ഷനും ട്രാക്കർമാർ പുറത്തുവിട്ടു തുടങ്ങിയിട്ടുണ്ട്. ഇതുപ്രകാരം കേരള ബോക്സ് ഓഫീസിൽ 50 ലക്ഷം എന്ന സംഖ്യ വെറും 42 മിനിറ്റ് കൊണ്ട് ചിത്രം ക്രോസ് ചെയ്തു. ആദ്യ 45 മിനിറ്റിനുള്ളിലാവട്ടെ ഇത് 55.68 ലക്ഷത്തിലേക്കും എത്തി. ട്രാക്കറായ ജെറിൻ ജോർജ് കുട്ടിയുടെ കണക്ക് പ്രകാരം ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് അഡ്വാൻസ് ബുക്കിംഗിലൂടെ ചിത്രം നേടിയിരിക്കുന്നത് 3.50 കോടിയാണ്. സിനിമാപ്രേമികളിൽ ഈ ചിത്രം എത്രത്തോളം കാത്തിരിപ്പ് ഉയർത്തിയിരുന്നു എന്ന് തെളിയിക്കുന്നതാണ് ഈ ബുക്കിംഗ്.